ജില്ലയിലെ വാളയാർ നടുപ്പതിയൂരിലെ ജനങ്ങളുടെ യാത്രാക്ലേശത്തിന് പരിഹാരമായി ഒലീവിയ ഫൗണ്ടേഷൻ ഇലക്ട്രിക് ബഗ്ഗി വാൻ സമ്മാനിച്ചു. ഒലീവിയ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ നടുപ്പതിയിൽ രൂപീകരിച്ച സഞ്ജീവനി സ്വയം സഹായ സംഘത്തിന്റെ പ്രസിഡന്റ് രാജാത്തിക്കാണ് പ്രശസ്ത സിനിമാ നടൻ ദിലീപ് വാഹനത്തിന്റെ താക്കോൽ കൈമാറിയത്. ചടങ്ങിൽ പ്രൊഡ്യൂസർ സുരേഷ് കുമാർ മുഖ്യാതിഥിയായി. വനമേഖലയോട് ചേർന്ന പ്രദേശമായതിനാൽ കാട്ടാനയുൾപ്പെടെയുള്ള വന്യമൃഗങ്ങളുടെ ശല്യം ഇവിടെ പതിവാണ്. തൊഴിൽ, വിദ്യാഭ്യാസം, ചികിത്സ തുടങ്ങി വിവിധ ആവശ്യങ്ങൾക്കായി കിലോമീറ്ററുകൾ സഞ്ചരിക്കേണ്ടിവരുന്ന നാട്ടുകാർ അതിരാവിലെ വീടുകളിൽ നിന്ന് പുറപ്പെട്ട് വൈകിയേ മടങ്ങിയെത്താറുള്ളൂ. ഗതാഗത സൗകര്യങ്ങളുടെ അപര്യാപ്തതയും വന്യമൃഗഭീഷണിയും പ്രദേശവാസികളുടെ ദൈനംദിന ജീവിതത്തെ ഏറെ ദുഷ്കരമാക്കിയിരുന്നു. ഈ സാഹചര്യങ്ങൾ നേരിട്ട് മനസ്സിലാക്കിയ ഒലീവിയ ഫൗണ്ടേഷൻ സാമൂഹിക പ്രതിബദ്ധതയുടെ ഭാഗമായി നടുപ്പതിയൂരിലെ ജനങ്ങൾക്ക് സുരക്ഷിതവും സൗകര്യപ്രദവുമായ യാത്രയുറപ്പാക്കുന്നതിനായാണ് ഇലക്ട്രിക് ബഗ്ഗി വാൻ സമ്മാനിച്ചത്. ഒലീവിയ CMD KT കൃഷ്ണകുമാർ ചടങ്ങിൽ അധ്യക്ഷനായി. പിന്നാക്ക വിഭാഗങ്ങളുടെ ക്ഷേമത്തിനും ആദിവാസി സമൂഹത്തിന്റെ സമഗ്ര വികസനത്തിനുമായി ഒലീവിയ ഫൗണ്ടേഷൻ തുടർന്നും പ്രവർത്തിക്കുമെന്ന് അദ്ദേഹം അറിയിച്ചു. ചടങ്ങിനോടനുബന്ധിച്ച് ഒലീവിയ CMD KT കൃഷ്ണകുമാറും CEO അജിത് കുമാർ വർമ്മയും ചേർന്ന് നടൻ ദിലീപിനെയും പ്രൊഡ്യൂസർ സുരേഷ് കുമാറിനെയും ആദരിച്ചു. ഒലീവിയ CEO അജിത് കുമാർ വർമ്മ, നടുപ്പതി രാമകൃഷ്ണൻ മൂപ്പൻ, ചിന്നൻ ചെറിയാൻ മൂപ്പൻ, പുതുശ്ശേരി കാർഷിക ഓഫീസർ സുഭാഷ്, ഒലീവിയ ഡയറക്ടർ ജെർലിറ്റ്, ഒലീവിയ അഡ്വൈസർ TH രാമകൃഷ്ണൻ, ചീഫ് പ്രോജക്ട് മാനേജർ ഗൗതം രാമകൃഷ്ണൻ, സഞ്ജീവനി അംഗങ്ങളായ ബിന്ദു, രാജി, നീതു, ഐശ്വര്യ എന്നിവർ പങ്കെടുത്തു. UTV ന്യൂസ്, പാലക്കാട്.